ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു ബീഫ് കട്ടി റോൾ ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ചപ്പാത്തി സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി കുറച്ച് വലുതാക്കി പരത്തിയെടുത്ത് ചുട്ടതാണത്. ഒരു 8-10 ചപ്പാത്തി ചുട്ടെടുക്കുക. പിന്നെ 3 സവാള അങ്ങനെ ചെറുതായി മുറിച്ചത്. പിന്നെ 400 ഗ്രാം ബീഫ്, ഒരല്പം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് പൊടിച്ച് വെച്ചത്, 2 തക്കാളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാരറ്റ്, 2 ഒരല്പം നീളത്തിൽ അരിഞ്ഞത്, മല്ലിയില, മുട്ട, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ ആവശ്യത്തിന്. പിന്നെ ഒരു ചട്നി കൂടി ഉണ്ടാക്കണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പുതിനയില 1 പിടി, 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം സവാള, 1 ടേബിൾ സ്പൂൺ തൈര്. അതിനു മുമ്പ് ആദ്യം ഫില്ലിംഗ് തയ്യാറാക്കാം. പാൻ ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് സവാള ഇടും. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, ബീഫിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായി വഴറ്റിയെടുക്കുക. സവാള വഴന്നു വരുമ്പോഴേക്കും നമുക്ക് മീൻ ചട്നി ഉണ്ടാക്കാം. മിക്സിയിലേക്ക് പുതിനയില, തേങ്ങ, തൈര്, പച്ചമുളക്, സവാള, ഇഞ്ചി, നന്നായി അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുത്ത് മാറ്റി വെക്കുക. സവാള ഏകദേശം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഉടഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് ബീഫ്, ബീഫിന് പകരം ചിക്കൻ ഉപയോഗിക്കാം. പിന്നെ വെജിറ്റേറിയൻസിന് പനീർ വെച്ചിത് ചെയ്യാം. നന്നായി മിക്സായി. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം, ക്യാരറ്റ് മിക്സ് ചെയ്യാം.
മിക്സ് ചെയ്യണം. ഇനി മല്ലിയില ഇളക്കാം. ഓഫ് ചെയ്യാം. ഫില്ലിങ് റെഡിയായി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഒരു പരന്ന പാത്രത്തിൽ 2 മുട്ട ഒട്ടിച്ച് വെച്ച് ഇത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിക്കുക. ഇനി ചപ്പാത്തി ഓരോന്ന് എടുത്ത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. പാനിലേക്ക് ഇടുക. 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കുക. തിരിച്ചിടുക. അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് മുട്ട സെറ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. റെഡിയായി. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഒരു സൈഡിലായിട്ട് അല്പം പുതിന ചട്നി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. വേണമെങ്കിൽ അല്പം ടൊമാറ്റോ കെച്ചപ്പോ മയോണൈസോ എന്താ വേണമെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. റോൾ ചെയ്യും. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നടുവേ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. റംസാന് നോമ്പ് തുറക്കാൻ പറ്റിയ നല്ല വിഭവമാണ്. ഹെൽത്തിയാണ്. Bye.